மீண்டும் சவாலுடன் சி.வி. வர்கீஸ். சில ஐஏஎஸ் அதிகாரிகள் சேர்ந்து பயப்படுத்த முயல்வதாகவும், அது எங்களிடம் வேண்டாம் என்றும், எங்களை குறித்து நன்கு தெரிந்து கொண்ட பின்பு முன்வரலாம் என்றும் சி.வி. വர்ഗീസ് தெரிவித்துள்ளார். ഇവിടെ ഏതാനും IAS ഉദ്യോഗസ്ഥന്മാർ പിടിപ്പിക്കുന്നോർത്തോണം കേട്ടാ. ഞങ്ങളോട് കളിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, തമിഴ് എനിക്ക് നല്ല പിടിയില്ല. ഞാൻ പറയുന്ന മലയാള വാക്ക് നിങ്ങൾക്കെല്ലാം പിടിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വാക്ക് കിള്ളാതെ കിള്ളാതെ തായ് മണിയെ കിള്ളാതെ 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 തായ് മണിയെ കിള്ളാതെ എന്ന് പറഞ്ഞ പോലെ കിള്ളാതെ കിള്ളാതെ നമ്മളെ കേൾക്കേണ്ടത്. നമ്മൾ മര്യാദയ്ക്ക് രാഷ്ട്രീയ ബോധം നടത്തും, ജനങ്ങളോടുള്ള കാര്യമൊക്കെ പറയും, ജനങ്ങളുള്ള കാര്യം ഉള്ളതുപോലെ പറയും, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കും, നിലപാടെടുക്കും. ആ നിലപാടിൽ ഇപ്പൊ കണ്ടില്ലേ, 2 ദിവസം മുമ്പ് ഉറത്തും പറയും. ഓഗസ്റ്റ് മാസത്തിൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളാകെ ഇനി അവശേഷിക്കുന്നത് 93 ഭൂവിനിയോഗ നിയമത്തിലെ ചട്ടങ്ങളും 1964 ഭൂവിനിയോഗ ചട്ട നിയമവും ഭേദഗതി ചെയ്ത് വിജ്ഞാപനം വരുന്നതോട് കൂടി ഈ ഓഗസ്റ്റ് മാസത്തെ പ്രഖ്യാപിക്കുന്നതോട് കൂടി ഇടുക്കി ജില്ലയിലെ എല്ലാ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ആ പരിഹരിക്കപ്പെടുന്ന ദിവസം ഏറ്റവും ആദ്യമായി ഇടുക്കി ജില്ലയിൽ ഒരു പാർട്ടിക്ക് ഒരു ആഫീസ് തുറക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ ശാന്തമ്പാറ ആഫീസായിരിക്കും. ഒരു തർക്കമില്ല, ആദ്യമായി തുറക്കുന്നത് ആ ആഫീസായിരിക്കും. അത് പറഞ്ഞതിന്റെ പേരിലാണ് സി. വർഗീസ് ഹൈക്കോടതി കയറി നിൽക്കുക.